ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണക്കാലം സമ്പൽ സമൃദ്ധിയുടെയും സർവ ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു നല്ല നാളുകളുടെ ഓർമ്മപ്പെടുത്തലാണ്. മഹാബലി തമ്പുരാൻ നാടുവാണിരുന്ന കാലത്ത് ഇവിടെ വളരെ മനോഹരമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുവെന്ന് നാം ഏവരും അനുസ്മരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. സത്യവും നീതിയും ധർമ്മവും പ്രജാവാത്സല്യവും തുളുമ്പുന്ന ഒരു ഭരണാധികാരിയുടെ, അതെ, മഹാബലി തമ്പുരാന്റെ ഭരണ കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലാണല്ലോ ഓണക്കാലം. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന് ഒട്ടും അനുചിതമല്ലാത്ത ഒരു ചക്രവർത്തിയുടെ കാലഘട്ടം. മതമൈത്രിയുടെയും സർവ്വസാഹോദര്യത്തിൻ്റെയും നിറഞ്ഞ സ്നേഹത്തിൻ്റെയും ഉള്ളവനില്ലാത്തവനുമായി പങ്കുവയ്ക്കുന്നതിൻ്റെയും ആഘോഷമാകണം ഓണക്കാലം. നമുക്കരികെ, നമുക്ക് ചുറ്റും വിശന്ന വയറുമായി ഒരാളും ഉണ്ടാകരുത് എന്ന് കരുതുന്ന നാളുകളാണ് ഓണത്തിൻ്റെ ഐശ്വര്യവും നന്മയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയം. തൂഷനിലയിൽ നിറയെ വിഭവങ്ങൾ വിളമ്പി നാം സദ്യ ഉണ്ണുമ്പോൾ നമുക്ക് ചുറ്റുപാടുമുള്ള സഹോദരങ്ങൾ തൂഷനിലയിൽ ഒരിറ്റ് വറ്റിനായി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നെങ്കിൽ നാം ഓണം ഉണ്ണുന്നതിൻ്റെ സംതൃപ്തി നമുക്കുണ്ടാകുമോ? മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകൾക്ക് വേണ്ടി എന്താണ് ചെയ്തത്? വാമനൻ 3 അടി ഭൂമി ആവശ്യപ്പെട്ടു വരുമ്പോൾ അത് കൊടുക്കുവാൻ മഹാബലി തമ്പുരാൻ തയ്യാറാകുകയാണ്. 3ാമത്തെ അടി വയ്ക്കുവാൻ സ്ഥലമില്ലായകയാൽ തൻ്റെ ശിരസ് തന്നെ മഹാബലി വാമനന് മുന്നിൽ താഴ്ത്തി കൊടുക്കുന്നു. മഹത്തായ ജീവിത ദർശനമാണ് മഹാബലി ഇതിലൂടെ നമുക്ക് നൽകുന്നത്. സ്വയം ഇല്ലാതായി തൻ്റെ പ്രജകൾക്ക് വേണ്ടി അഴിഞ്ഞില്ലാതായ ഒരു ചക്രവർത്തി, പ്രജകളുടെ സന്തോഷത്തിനു വേണ്ടി വർഷത്തിലൊരിക്കൽ അവരെ സന്ദർശിക്കുവാനായി കേരളക്കരയിലേക്ക് എത്തുമ്പോൾ ഇവിടെ സർവ ഐശ്വര്യങ്ങളുടെയും ഒരു വലിയ സുദിനം ആഘോഷിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നാം ഓർക്കണം, സ്വയം അഴിഞ്ഞ് ഇല്ലാതാകുന്നിടത്താണ് നന്മയുടെ മരങ്ങൾ പൂത്തുലയുന്നത്. മഹാത്മജി ഇന്ത്യക്ക് വേണ്ടി സ്വയം ഇല്ലാതായി. പകരം അദ്ദേഹത്തിന് ലഭിച്ചത് വെടിയുണ്ടയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ മധുരിമ നുകർന്നു. യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് സ്വർഗം വിട്ടിറങ്ങി വന്നത് മാനവ കുലത്തെ മുഴുവൻ രക്ഷിക്കുവാനായിട്ടാണ്. ആ രക്ഷ ഏറ്റുവാങ്ങുന്നതിന് പകരം യേശുനാഥനെ മനുഷ്യകുലം കുരിശിൽ തറച്ചു കൊന്നു. അവസാനത്തുള്ള രക്തവും വെള്ളവും ആ മാർവിടത്തിൽ നിന്ന് ഒഴുക്കിയാണ് ഈ ലോകത്തിലെ മനുഷ്യകുലത്തെ അവിടുന്ന് വീണ്ടെടുത്തത്. ഇന്നും അനുസ്മരിക്കാൻ തക്ക വിധം ത്യാഗോജ്വലമായ ജീവിതം നയിച്ചവരുടെ കഥകളാണ് നമുക്ക് പിന്നിലുള്ളത്. നബിദിനം ആഘോഷിക്കുമ്പോൾ നബി ചെയ്ത നന്മ പ്രവൃത്തികളും നാം അനുസ്മരിക്കുകയാണ്. സാന്ദർഭികമായി ഈ ഓണക്കാലത്ത് ഓണവും നബിദിനവും പരിശുദ്ധ മറിയത്തിൻ്റെ ജന്മപ്പെരുന്നാളുമൊക്കെ നാം ഒന്നിച്ച് ആഘോഷിക്കുമ്പോൾ ഏറെ സന്തോഷത്തോടെ നമുക്കൊത്തൊരുമിച്ച് ഒന്നിച്ച് കൈകോർത്ത് ഓണത്തെ വരവേൽക്കാം. ഈ ഓണം മലയാളികളുടെ നന്മയുടെ പ്രതീകമാകട്ടെ. എല്ലാവരും ഒന്നായി ആഘോഷിക്കപ്പെടുന്ന ഒരോണക്കാലമായി മാറട്ടെ. ഉള്ളവൻ ഇല്ലാത്തവനുമായി പങ്കുവെക്കുന്നതിൻ്റെ സ്നേഹത്തിൻ്റെ തികവായി ഇത് മാറട്ടെ. ഈ ഓണക്കാലം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നബിദിനത്തിൻ്റെയും ഓണത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ ജന്മപ്പെരുന്നാളിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.